നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിക്കുന്ന ഗുരുതരമായ ആരോപണം. അതായത് രാഹുൽ ഗാന്ധി വൻകിട കോർപ്പറേറ്റുകളിൽ നിന്നും പണം വാങ്ങുന്നു എന്നുള്ള രീതിയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. അദാനിയുടെയും അംബാനിയുടെയും പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഒരു ടെമ്പോ നിറച്ച് പണം വാങ്ങുന്ന തരത്തിലേക്ക് രാഹുൽ ഗാന്ധി രാഷ്ട്രീയപരമായി ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന രീതിയിൽ ഉള്ള മോദിയുടെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ പ്രസ്താവന വലിയ തോതിൽ BJP നേതൃത്വത്തിന് ഉണ്ടായ അങ്കലാപ്പിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അതായത് BJP നാളിതുവരെ ചെയ്ത കാര്യങ്ങളാണോ നിങ്ങൾ വെട്ടിത്തുറന്നുകൊണ്ട് ഞങ്ങൾക്കെതിരെ ആരോപണവുമായി ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി പരസ്യമായി ഇതിനോടകം തന്നെ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു. എന്താണ് മോദിജി, താങ്കൾ തെരഞ്ഞെടുപ്പ് മൂർധന്യത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴേക്കും ഭയന്നു വിറച്ചു ഇരിക്കുകയാണോ എന്നാണ് അദ്ദേഹത്തിനോട് ചോദിച്ചിരിക്കുന്നത്. താങ്കൾ സഹോദരനെ പോലെ കൊണ്ടു നടക്കുന്ന അമിത്ഷായും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നായിരുന്നല്ലോ പാർലമെന്റിൽ ഗീർവാണം അടിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴേക്കും വലിയ തോതിലുള്ള അങ്കലാപ്പ് നിങ്ങളെ മുറുകിക്കെട്ടുന്നു എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തുള്ള 21-22 കോടീശ്വരന്മാരായ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയല്ല രാഹുൽ ഗാന്ധി നിലനിൽക്കുന്നത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ, 140 കോടി ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറയുമ്പോൾ അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ലേ എന്ന വലിയ ചോദ്യമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതിശക്തമായി ഓരോ മേഖലയിലും പ്രചരണത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ആ പ്രചരണം എത്രത്തോളം മാറ്റൊലി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് കോൺഗ്രസിന് സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു വലിയ അനുഭവം തന്നെയാണ്. AICC നേതൃത്വം പറയുന്നത് ഇത് കോൺഗ്രസിന്റെ ശുക്രദശ തന്നെയാണ് എന്നാണ്. അതായത് ദേശീയ തലത്തിൽ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ തന്നെ കുഴി തോണ്ടുകയാണ്, അധികാരം നഷ്ടപ്പെടാനുള്ള വഴികൾ ആലോചിക്കുകയാണ്. എല്ലാ രീതിയിലും വിവാദ പ്രസംഗങ്ങൾ നടത്തി ഭരണഘടനാ ലംഘനം വരെ നടത്തുകയാണ് എന്ന ആരോപണം നേരത്തെ തന്നെ കപിൽ സിബൽ പറഞ്ഞതാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ലംഘനം നടത്തുന്ന ആരാണ് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത്രയും വലിയ ഗുരുതരമായ തെരഞ്ഞെടുപ്പ് ലംഘനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്ന പ്രധാനമന്ത്രി, നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണോ അതോ നിങ്ങൾ ഇപ്പോഴും കാര്യവാഹക് തന്നെയാണോ? നിങ്ങൾ വെറും ഒരു കാര്യവാഹകിനെ പോലെയാണ് ഈ രാജ്യത്ത് എല്ലായിടത്തും ഓടി നടന്ന് പ്രചരണം നടത്തി പെരുമാറുന്നത്. നിങ്ങൾ വലിയ രീതിയിൽ വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ടുകളെ ഭിന്നിപ്പിക്കാനും പോളറൈസേഷൻ മെത്തേഡ് ഉപയോഗിക്കാനും ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഇത്തരത്തിൽ പറയാൻ നാണമുണ്ടാകുന്നില്ലേ എന്നുള്ള വലിയ ചോദ്യമാണ് കപിൽ സിബൽ ചോദിക്കുന്നത്. കപിൽ സിബലിനെ പോലുള്ള പരിണിത പ്രജ്ഞനായ നേതാക്കളുടെ ചോദ്യം ആവർത്തിച്ച് ചോദിക്കപ്പെടുമ്പോഴും അത്തരത്തിലുള്ള ചോദ്യങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന നരേന്ദ്രമോദി ഒന്നും കേട്ടതായി പോലും ഭാവിക്കാതെ മുന്നോട്ടാണ് എന്ന് വെറുതെ വാചകമടിക്കുന്ന അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിദയനീയം തന്നെയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടങ്ങളിലും പോളിംഗ് കുറയുമ്പോൾ BJP പറയുന്നത് BJPയുടെ വോട്ടുകൾ സേഫാണ്, സുദൃഢമാണ് എന്നൊക്കെയാണ്. എന്നാൽ ഈ രാജ്യത്തെ യുവാക്കളെ മുഴുവൻ കബളിപ്പിച്ചിരിക്കുകയാണ്. കോർപ്പറേറ്റുകൾക്ക് എത്ര പണമാണോ നികുതി ഇളവായും മറ്റുമൊക്കെ BJP സർക്കാർ എഴുതി തള്ളിയത്, അത്രയും പണം തന്നെ രാജ്യത്തെ ജനങ്ങൾക്കുള്ളതാണെന്നും അത് ജനങ്ങളിലേക്ക് കൊടുക്കുന്ന പദ്ധതികളായിരിക്കും ആവിഷ്കരിക്കുക എന്നും രാഹുൽ ഗാന്ധി ഇതിനോടകം തന്നെ വിവിധ റാലികളിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് വലിയ തോതിലുള്ള യുവാക്കളുടെ കയ്യടി നേടിക്കഴിഞ്ഞിരിക്കുകയാണ്.